ഹായ്, ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോയിട്ടൊക്കെ വന്നതാണ് കേട്ടോ. സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചിൻ്റെ സ്കൂള് തുറന്നിട്ട് 1 മാസമായി. ഇന്നാണ് അതിന് കൺസെഷൻ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നേ. ഞാനിന്ന് അങ്ങോട്ട് പോയ ബസ്സും ബസ് ടിക്കറ്റ് പ്രിയദർശിനി ബസ്സിലല്ല ഞാൻ പോയത്. ഞാൻ സിറ്റി പാസ്റ്റിൽ തന്നെയാണ് തിരിച്ച് വന്നതും അതുപോലെ സിറ്റി പാസ്റ്റിൽ തന്നെയാണ് വന്നത് കേട്ടോ. അങ്ങോട്ട് സിറ്റി ഫാസ്റ്റ് തന്നെയാണ്. എനിക്ക് അങ്ങോട്ട് 20 രൂപയായി, ഇങ്ങോട്ട് 20 രൂപയായി. അപ്പം ഞാൻ പറഞ്ഞു വന്നതേ, ഞാൻ ചോറ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. ഇപ്പം വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ഇപ്പം സമയം 4:04 കേട്ടോ. ഒരു ഉച്ചയ്ക്കായപ്പോഴും ഞാൻ പോയതാണേ. ചോറ് എടുത്ത് വെച്ചിരിക്കുന്നു. സവാള മസ്റ്റാണ് എനിക്ക് ചോറിന്. ചോറ് ഇച്ചിരി കൂടുതലുണ്ട്, കാരണം ഇന്ന് ഇപ്പോഴും കഴിക്കുന്നതേ ഉള്ളൂ. രാത്രി ഇനി ഒന്നും കഴിപ്പില്ല, ചായ മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊരിച്ച മീൻകറി, പിന്നെ ഇന്ന് രാവിലെ പിള്ളേർക്ക് കൊണ്ടുപോയ ചമ്മന്തി കേട്ടോ, കട്ടച്ചമ്മന്തിയാണ്. അപ്പോൾ ഒരു സവാള, പൊരിച്ച മീൻ, ഇത്രയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യമേ, മെയിനായിട്ട് ഞാൻ പറയാൻ വന്നൊരു കാര്യമുണ്ടേ. ഞാൻ ഇന്ന് ബസ്സിൽ പോയ സമയത്തെ നമ്മുടെ മണ്ണന്തലേന്ന് ഒരു ഫാമിലി കയറിയിട്ടുണ്ടായിരുന്നേ, ഒരു അങ്കിളും ആൻറ്റി. അപ്പോൾ അവർ കയറിയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അങ്കിള് പറഞ്ഞതെന്ന് വെച്ചാൽ, കണ്ടക്ടർ വന്നപ്പോൾ പറഞ്ഞു ഒരു ലേഡിയും കൂടെ എൻ്റെ കൂടെ ഉണ്ട്, അപ്പോൾ എനിക്ക് ടിക്കറ്റ്, ഇപ്പം ലേഡിക്ക് ഫ്രീ ആണല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം കണ്ടക്ടർ അറിയാതെ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞ്, അയ്യോ ഇത് സിറ്റി ഫാസ്റ്റാണെന്ന്. അപ്പം അദ്ദേഹത്തിന് കേൾവി ഇച്ചിരി കുറവാണെന്ന് തോന്നുന്നു. എന്തേ ഇങ്ങനെ ചോദിച്ചു, ഒച്ചത്തിൽ ചോദിച്ചേട്ടാ. അപ്പം പറഞ്ഞ സിറ്റി ഫാസ്റ്റാണ്, 2 പേർക്കും പിന്നെ ഇത് പൈസ കൊടുക്കണം, ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതിനെന്താ, അതെടുക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നതും ഫ്രീ ആയിട്ട് പോവാം, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ ഓൾറെഡി രണ്ട് പ്രാവശ്യം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടു. അപ്പം ആദ്യത്തെ വീഡിയോയിൽ നന്നായിട്ട് ബാഡായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്, മോശം അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട, ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുന്നില്ല. ഒട്ടുമിക്ക ആൾക്കാരും നല്ലത് പറയുന്നവരും ഉണ്ട്, എന്നാൽ അവർ എന്തായിട്ട് പറയുന്നുണ്ട്, അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ ചിലർ എന്താ പറയുക, നമുക്ക് ആ ടോപ്പിക്ക് വിടാം. ഇനി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇനിയിപ്പം എൻ്റെ വയറ് നന്നായിട്ട് കത്തി നിൽക്കുന്ന സമയം, നന്നായിട്ട് വിശപ്പുണ്ട്. ഇനി ആഹാരം കഴിക്കാൻ പോകണം. നാളെ എനിക്കൊരു നല്ലൊരു വിശേഷമുണ്ട് കേട്ടോ. അപ്പം അതെനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം. അപ്പം നാളത്തെ എൻ്റെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ഷെയർ ചെയ്യാൻ മാത്രമായിട്ട് ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷെയർ ചെയ്യേണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക.